മസ്കറ്റിൽ നിന്നും ഏദൻ ഫാമിലേക്ക് ഒരു ഫോൺ കോൾ. കൊക്കോ കൃഷി ഇങ്ങനെ ചെയ്താൽ വരുമാനം വർദ്ധിപ്പിക്കാം എന്ന വീഡിയോ കാണാനിടയായി. ഏറെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഓർമ്മ വന്നത്, എൻ്റെ 2 ഏക്കർ വനഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട്. അത് ഏതിനെ ഏൽപ്പിച്ചാൽ കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്ന്. അതിനു പ്രകാരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കൃഷിയിൽ ഏറെ താല്പര്യമുള്ള ഞാൻ ആ 2 ഏക്കർ ഭൂമി കൃഷി ചെയ്യാനായി ഏറ്റെടുക്കുന്നു. കാട് പിടിച്ച് കിടന്ന സ്ഥലം പൂർണ്ണമായി വെട്ടിത്തെളിച്ച് മിഷൻ വെച്ച് തെളിച്ചുകൊണ്ടിരിക്കുന്നു. തെളിക്കൽ പൂർണ്ണമായിട്ടില്ല, താഴോട്ടൊക്കെ ഇനിയും തെളിക്കാനുണ്ട്. അപ്പോൾ ഈ 2 ഏക്കർ കൃഷി യാത്ര ഇവിടെ ആരംഭിക്കുന്നു. കുറേ പാഴ്മരങ്ങൾ, പന, അതുപോലെ കുറേ പാഴ്മരങ്ങളൊക്കെ ഇതിൽ നിന്ന് മുറിച്ചു മാറ്റാനുണ്ട്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. നല്ല കാഴ്ചകൾ, നല്ല കേൾവികൾ ജീവിതത്തിലെ പുതിയ തീരുമാനങ്ങളിലേക്ക് മാറ്റുന്നു. ഇത് ജീവിതത്തെ മാറ്റിമറിക്കും. അതാണല്ലോ ഈ വീഡിയോ കണ്ട് എന്നെ വിളിക്കാനിടയായ സാഹചര്യം. എത്രയോ ഇടങ്ങളിലാണ് വിദേശത്ത് ജോലിയുള്ളവരുടെ കൃഷിയിടങ്ങൾ കേരളത്തിൽ ഒന്നും ചെയ്യാതെ തരിശായി കിടക്കുന്നത്. വിശ്വസ്തരായവരെയും ചെയ്യാൻ മനസ്സുള്ളവരെയും ആഗ്രഹമുള്ളവരെയും ഏൽപ്പിച്ചാൽ കേരളത്തിൽ എത്രയോ സമ്പത്ത് വർധന അത് ഇടയാക്കും. കൊക്കോ, കുരുമുളക് ചെടി എന്നിവ ആണ് ഇവിടെ കൃഷി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൊക്കോയ് അതുപോലെ കുരുമുളക് ചെടി ഇവിടെ നടാമെന്ന് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഈ പ്രദേശങ്ങളിലെല്ലാം വളരെയേറെ സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ കാട് പിടിച്ച് ശൂന്യമായി കിടക്കുന്നു. എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു പോയി. കാരണം വന്യമൃഗശല്യം തന്നെയാണ്. കാട്ടുപന്നി വളരെ പെരുകിയിരിക്കുന്നു. വല്ലാതെ ഉപദ്രവം, എല്ലാ കൃഷികളും നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വാഴ വിത്ത്, ഏത്തവാഴ, മറ്റു വാഴയൊക്കെ വെച്ചാൽ നല്ല തകർത്തുണ്ടാവും, നല്ല കൊല ലഭിക്കും. പക്ഷേ ഇതൊന്നും എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാട്ടുപന്നി ശല്യവും കുരങ്ങിൻ്റെ ശല്യവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വന്യമൃഗശല്യമുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കൊക്കോ കൃഷി ഇങ്ങനെ ചെയ്താൽ വരുമാനം നേടാം എന്നുള്ള വീഡിയോയിൽ എറിയാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ ദൈവം കല്ല് കൊടുക്കുകയില്ല എന്ന് ഞാനൊരു ഡയലോഗ് പറഞ്ഞിരുന്നു. എന്താണേലും അത് കേട്ട് ശ്രമിച്ച് അതിൽ താല്പര്യം തോന്നി ഈ സഹോദരൻ മുന്നോട്ട് വന്നിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഇത് 3 വർഷം കൊണ്ട് ആദായമാക്കി കൊടുക്കണം എന്നുള്ള ദൃഢനിശ്ചയമാണ് എനിക്കുള്ളത്. ഇത് ഇങ്ങനെ ഞാൻ ഈ ഓഫർ സ്വീകരിക്കാൻ കാരണം 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ കൃഷിയെ ഏറെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ 30 വർഷത്തെ എൻ്റെ അമിതമായ മദ്യപാനം മൂലം ഒരുപാട് സാമ്പത്തിക കടബാധ്യതകൾ ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ ആകുന്നിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം കാലം കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ സ്ഥലം എൻ്റെ താമസ സ്ഥലത്തോട് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഈ 3 കാരണങ്ങളാലാണ് ഈ കൃഷിഭൂമി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഇത് മുന്നോട്ടുള്ള എൻ്റെ 2 ഏക്കർ കൃഷിഭൂമി യാത്ര ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. തുടർ വീഡിയോകൾ പ്രതീക്ഷിക്കാം. കൃഷിയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഓരോ പാർട്ടുകളായി അപ്ലോഡ് ചെയ്യുന്നതാണ്. 3 വർഷം കൊണ്ട് വിളവെടുക്കുന്ന സമയം, ആദ്യ വിളവെടുപ്പ് വരെ തുടർ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. 2 ഏക്കർ കൃഷിഭൂമി യാത്ര, തൈകൾ നടുന്നത് ഉടൻ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.